ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികൾക്കായാണ് പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. സേ നോ ടു ഡ്രഗ് എന്ന വിഷയത്തിൽ കരിയിലക്കുളങ്ങര SI ക്ലാസ് നയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ കരിയിലക്കുളങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാറുദ്ദീൻ ഇസ്മയിൽ ക്ലാസ് നയിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സ്കൂളിലേക്ക് ഇതുപോലെ ഒരു ക്ഷണം ഉണ്ടായിരുന്നതാണ്, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്കൂളിൽ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം വിളിച്ചപ്പോൾ മറ്റൊന്നും തന്നെ പറയാതെ എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാർത്തികപ്പള്ളി സെന്റ് തോമസ് സ്കൂളിൽ ഇന്ന് ഒരു ക്ലാസ്സുകളിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്കും 1ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്കും 5 മുതൽ 7 വരെ മറ്റൊരു സ്കൂളിലും 8 മുതൽ 10 വരെ മറ്റൊരു സ്കൂളിലും +1 +2 മറ്റൊരു സ്കൂളിലോ മറ്റൊരു ബാച്ചിന്റെ കൂടെയോ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് പോയി എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത അന്ന് നിങ്ങൾക്കുണ്ടാകും. ആ ചിന്ത ഇന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾക്കുണ്ട് എന്ന കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏത് ക്ലാസ് ആണെങ്കിലും, അത് സ്കൂൾ ക്ലാസ് ആണെങ്കിലും, പബ്ലിക് ക്ലാസ്സുകളാണെങ്കിലും, അതല്ല ഔട്ട്ഡോർ ക്ലാസ്സുകളാണെങ്കിലും, കേൾക്കുവാൻ താല്പര്യമുള്ളവർ കേട്ടുകൊണ്ടിരിക്കുക. താല്പര്യമില്ലാത്തവർ ദയവായി സംയമനം പാലിച്ചിരിക്കുക. PTA പ്രസിഡന്റ് ഷാജഹാൻ NK അധ്യക്ഷത വഹിച്ചു. സാറോട് വന്നപ്പോഴാണ് ഞാൻ PTA പ്രസിഡന്റാണെന്ന് അറിയുന്നത്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കാര്യം നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് ലഹരിയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിനെ കാർന്നു നിന്ന ഒരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ലഹരി ഉപയോഗം. ഇപ്പം സർക്കാർ തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 3000-ൽ പരം കേസുകളാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 3000-ൽ പരം കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അത്രമാത്രം ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടത്തേക്ക് വന്നുകൊണ്ട് നിങ്ങൾ അത് കൂടുതലും നിങ്ങളുടെ വിദ്യാർത്ഥികളിലേക്കാണ് എത്തിച്ചേക്കുന്നത്. കാര്യം പല തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ അവർ കാർന്നു നിന്ന ഒരു പ്രവണതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ അതിനെ വാഹകരാക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുക, ആ രീതിയിലുള്ള വലിയൊരു ശൃംഖലയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ, പ്രഥമാധ്യാപിക ആശാർ, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, SPC യൂണിറ്റ് CPO അനിത A എന്നിവർ പങ്കെടുത്തു. 237 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.